അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയായി പോകും. നിങ്ങൾക്ക് നല്ല പലിശയാണ്. ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സംഭവമല്ല. നമ്മുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ബ്ലേഡല്ല, സുദർശന ചക്രമാണ് പല സ്ഥലത്തും. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇ എം ഐയെ പറ്റി എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. EMI ഇട്ടിട്ട് കാറോ ബൈക്കോ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രിക്റ്റ്ലി ഉപകാരപ്രദമാവുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങളെ ഞാൻ ചിലപ്പോൾ ഒരു വലിയ അപകടത്തിൽ നിന്നായിരിക്കും രക്ഷിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു ഒരു ഉറപ്പുണ്ട്. കാരണം ഞാനും ഒരു അപകടമായേക്കാവുന്ന ഒരു സംഭവത്തിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാനായിട്ട് ശരിക്കും ഒരു ഭയങ്കര യോഗ്യത എനിക്കില്ല. ബിക്കോസ് ഈ ബൈക്കിന് എനിക്ക് EMI ഒന്നുമില്ല. ഞാൻ ഈ ബൈക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ വണ്ടി എടുക്കാൻ തുടങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ പേയ്മെൻറ്റ് കൊടുക്കാതെ EMI കൂടി ഇട്ടാലോ എന്നൊക്കെ ഉള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വലിയൊരു ബൈക്കിലേക്ക് പോയാലോ, അല്ലെങ്കിൽ ഈ EMI എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിങ്ങനെ അതിൻ്റെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമുക്ക് കുറച്ചുകൂടി വലിയ ബൈക്കിലേക്ക് നീങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് കുറച്ചുകൂടി വലുതാക്കാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ് ഈ EMI എനിക്ക് തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 10R വാങ്ങിച്ചാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതെടുത്ത പൈസ ഞാൻ ഈ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 10R വാങ്ങിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ സത്യം പറയാമല്ലോ, EMI ഇടാതിരുന്നത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ഒരു കാര്യം ഡിസ്ക്ലൈമർ പോലെ പറയാം. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് EMI എടുത്തവർ മോശമാണെന്നോ അല്ലെങ്കിൽ EMI എടുക്കുന്നത് മോശമാണെന്നോ അങ്ങനെ ഒന്നും എനിക്കൊരു അഭിപ്രായമില്ല. പക്ഷേ ചില ആളുകൾ ചില കാര്യങ്ങളിൽ എടുക്കുന്ന ഡിസിഷൻസ് ചിലപ്പോൾ ഒന്ന് പാളിപ്പോവും. അത് എസ്പെഷ്യലി നമ്മൾ ഈ ബൈക്കൊക്കെ വാങ്ങുന്നത് ചെറിയ പ്രായത്തിലുള്ളവരാണ്. ചിലപ്പോൾ 18 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു ജോലി ആവാത്തവരായിരിക്കും ചിലപ്പോൾ പോയി വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ഈവൻ ഒരു 25 താഴോട്ടുള്ളവരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ആ ഒരു ഡ്രീം ബൈക്കിൽ എത്തണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ഡ്രീം കാറിൽ എത്തണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഓക്കെ നമ്മളതൊക്കെ അങ്ങ് അടച്ചങ്ങ് പോവും എന്നൊക്കെ ഒരു കോൺഫിഡൻസിൽ ചെന്ന് എടുക്കുന്നതായിരിക്കും. പക്ഷേ പിന്നെ ഒരു വലിയ അപകടമായിരിക്കും നിങ്ങളെയും കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് സത്യം പറഞ്ഞാൽ സംസാരിച്ചിരിക്കണമെന്നുണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ എന്തായാലും ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കും. ഒരു ടോക്ക് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, നല്ല വെയിലുള്ള സമയമാണ്, അറിയാലോ, ചൂട് സമയമാണ്. ബൈക്ക് നന്നായിട്ട് ഹീറ്റാവും എന്നുള്ളതിലൊരു ഡൗട്ടുമില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് തന്നെ പോവാം. ഞാനൊരു കഥ പോലെ തന്നെ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഈ ബൈക്ക് വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് EMI ഇടണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ബൈക്ക് എടുക്കുന്നതിനും കുറച്ച് മുമ്പ് വേറെ കുറച്ച് ബൈക്സൊക്കെ എനിക്ക് ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു, C900 അല്ലാതെ. അപ്പോൾ ആ ഒരു ടൈമിലും ഞാൻ ഓക്കെ അതെടുക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഞാനും കുറച്ച് എമൗണ്ടൊക്കെ EMI ഇടാം എന്നുള്ളൊരു പ്ലാനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളടുത്തും. പക്ഷേ എനിക്ക് പിന്നെ എന്തോ ഒരു ദൈവഭാഗ്യത്തിലാണ് ഞാൻ അതിലോട്ട് നീങ്ങാതിരുന്നത്. അതായത് EMI വേണ്ട എന്നുള്ളൊരു തീരുമാനം അവസാനമായപ്പോഴേക്കും എത്തിയത്. ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് എനിക്ക് സത്യത്തിൽ എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല ഈ വീഡിയോയ്ക്കകത്ത്. ഓക്കെ, ഞാൻ എന്തായിരുന്നാലും ഒരു മൂല്യം തന്നെ തുടങ്ങാം. നിങ്ങളിപ്പോൾ ഒരു സാധാരണ ഒരു സിംഗിൾ സിലിണ്ടർ ബൈക്ക്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്ന ഒരു ബൈക്ക്, അതായത് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് പോകണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്ന ഒരു ബൈക്കാണെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ വലിയ ഹൈ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തൊരു ബൈക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ EMI ആയിട്ട് എടുക്കുന്നതിൽ ഞാൻ നിങ്ങളെ തെറ്റു പറയുന്നില്ല. പക്ഷേ ഞാൻ പറയാം, നിങ്ങളൊരു സൂപ്പർ ബൈക്കോ സൂപ്പർ കാറോ അങ്ങനെയൊക്കെയുള്ളൊരു ഐറ്റം നിങ്ങൾ ഒരിക്കലും EMI ഓപ്ഷനിൽ എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാറിനെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. ഏകദേശം കാറിലോട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബൈക്കിനെ മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കാം. ആദ്യം തന്നെ സൂപ്പർ ബൈക്കിൻ്റെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഈ ബൈക്ക് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ തലയിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് EMI ഇട്ടാലോ എന്നുള്ളൊരു ആലോചന നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പെർട്ടിക്കുലർ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 10% പൈസ മാത്രം, അല്ലാതെ 50%. അറിയാലോ, ഇപ്പോൾ EMI എടുക്കുന്നത് പലരും 30% അടച്ചിട്ട് ബാക്കി 70% EMI ഇടുന്നവരുണ്ട്, 50% അടച്ചിട്ട് 50 EMI ഇടുന്നവരുണ്ട്.
ഞാൻ ഒരിക്കലും അങ്ങനെ എടുക്കാനുള്ളൊരു പ്ലാൻ എനിക്കില്ലായിരുന്നു. ഞാൻ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് EMIക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അന്ന്. അതായത് ഒരു 90% പൈസയും ഞാൻ അടയ്ക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് നിന്നത്. ബാക്കി ഒരു 10% മാത്രം EMI എന്ന് പറയുന്നൊരു സെറ്റപ്പിലോട്ട്. അത് നമ്മുടെ എന്താ പറയുക, എന്നാൽ പിന്നെ ആ 10 കൂടെ അങ്ങനെ അടച്ചെടുത്തൂടെ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിന് കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെയൊക്കെ പരിപാടികളിലൂടെയൊക്കെ അതൊക്കെ അടഞ്ഞു പൊക്കോളും. അങ്ങനെ കുറച്ച് ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് എമൗണ്ട് നമ്മൾ EMI ഇടണ്ട, അല്ലെ EMI ആക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നത്. ഒരു ബൈക്ക് എടുക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ ഇതിൻ്റെ EMI സ്കീമിനെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അതായത് എത്ര രൂപ നമ്മൾ മാസം അടയ്ക്കണം, ഞാൻ ഈ പറയുന്ന എമൗണ്ടിന് എത്ര രൂപ അടയ്ക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് വന്നത് ഏകദേശം ഒരു 4000, 5000 ആ റേഞ്ചിലൊക്കെയാണ് EMI അവർ പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ ഇയറിലേക്ക്. ഞാൻ ചെറിയ ഇയറാണ് എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം വെച്ച് ഓക്കെ, അത് വലിയൊരു കുഴപ്പമുള്ളൊരു കേസല്ല, നമുക്ക് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അടയ്ക്കാം, അങ്ങനെ തന്നെ എടുക്കാം എന്നുള്ളൊരു പ്ലാനൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഞാൻ ഈ ബൈക്കിലെത്തിയപ്പോൾ എന്തോ ഇല്ല ദൈവവിളി പോലെയാണ് എൻ്റെ തലയിൽ ഇങ്ങനെ തോന്നിയത്. വേണ്ട, നമുക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ വണ്ടി എടുക്കാം എന്നുള്ളൊരു തോട്ട് എൻ്റെ തലയിലോട്ട് വന്നു. ആ തോട്ട് വന്നത് എന്തുകൊണ്ട് നന്നായി എന്ന് എനിക്കിപ്പോൾ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് ചിന്തിക്കുന്നു, അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. ഞാൻ ഈ വണ്ടി വാങ്ങിച്ച് ഇപ്പോൾ കുറേ ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ ഇതിൻ്റെ മുകളിൽ ഒരു EMI വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നേനല്ലോ എന്നുള്ളൊരു തോട്ട് എൻ്റെ തലയിലേക്ക് കയറാൻ തുടങ്ങിയത്. അത് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ സൂപ്പർ ബൈക്കിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ ഒരുപാട് ആളുകൾ സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പുകളിലൊക്കെ EMI ഓപ്ഷൻസ് നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. അതായത് വളരെ ചെറിയ എമൗണ്ട്, അതായത് വളരെ ചെറിയ എമൗണ്ട് 2-3 ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് Z900 എടുത്തുകൊണ്ട് പോകാം എന്ന് പറയുന്നൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. ബാക്കി ഫുൾ ലോൺ ചെയ്ത് തരാം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ അവരാരും കുറ്റം പറയില്ല, കാരണം അവരെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം ഈ വാങ്ങുന്നവരുടെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ സെയിൽ ചെയ്യുന്നത്. സോ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കുഴിയിലായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ EMI എടുക്കുന്നവരെയോ EMI കൊടുക്കുന്നവരെയോ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാതെ പോയി എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പൊല്ലാപ്പുകളെ പറ്റി മാത്രമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ തലയിൽ എന്തായിരിക്കും, ഓക്കെ ഒരു സൂപ്പർ ബൈക്ക് എന്നൊക്കെ പറയുന്ന ഈ വീഡിയോ കാണുന്ന പലരുടെയും ഒരു ഡ്രീം ആയിരിക്കും. അപ്പോൾ ഒരാൾ വന്നിട്ട് ഓക്കെ ഒരു 3 lakhന് നിങ്ങൾക്ക് വണ്ടി തരാം എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ നമുക്കത് എടുക്കാം, ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അടച്ചു പോവാം എന്ന് പറയുന്നൊരു തോട്ട് നമ്മുടെ തലയിൽ വരും. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള പണി നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സൂപ്പർ ബൈക്കിൻ്റെ കാര്യത്തിൽ. അതായത് സൂപ്പർ ബൈക്ക് ഇൻ ദ സെൻസ് മെയിൻ്റനൻസ് കൂടിയ ബൈക്കിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ അത് ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഇപ്പോൾ ഒരു 390 നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ ഈ പറയുന്ന കാര്യം ആ 390ക്കും ബാധകമാണ്. ഞാൻ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ചിന്തിക്കാൻ പറയുന്നത്, അല്ലാതെ സൂപ്പർ ബൈക്കിന് മാത്രമാണ് എന്ന് വിചാരിക്കരുത്. ഇപ്പം നിങ്ങൾക്കൊരു CBR മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് 250R എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു സൂപ്പർ ബൈക്ക് പോലെ തന്നെ ആയിരിക്കും ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരൊറ്റ സെക്ഷൻ ബൈക്കിനെ പറ്റി അല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ വണ്ടി വാങ്ങിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ബൈക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സ്കീം ഞാൻ കണ്ടിരുന്നു. ഓക്കെ ഒരു 4000, 5000 റുപ്പീസൊക്കെ ഞാനിങ്ങനെ കൊടുക്കും, നമുക്ക് ഇത്ര എമൗണ്ട് EMI ഇട്ടിട്ട് ബാക്കി ഫുള്ള് നമുക്ക് കൊടുക്കാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ വണ്ടി എടുക്കാം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഈ വണ്ടി ഉപയോഗിച്ചു തുടങ്ങി. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഒരുപാട് സൂപ്പർ ബൈക്സുകൾ ഉപയോഗിക്കാറുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്, കൊണ്ടു നടന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ കയ്യിൽ വെച്ച് എൻ്റേതെന്നുള്ള രീതിക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഒരു ബൈക്കും. നമ്മൾ കുറച്ച് നാളത്തേക്കൊക്കെ എടുത്തുകൊണ്ട് വരികയും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ റൈഡ് പോവുകയൊക്കെ ഉണ്ട്, പെട്രോൾ അടിക്കുക, അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരു ബൈക്ക് എൻ്റേതാണെന്നുള്ള രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഇതൊരിക്കലും ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഈ ബൈക്ക് എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ എൻ്റെ ബൈക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങി. അത് ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. പതുക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് കുറച്ച് എക്സ്പെൻസീവാണ്. അതായത് ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ നമ്മളൊരു ബൈക്ക് എടുക്കുന്ന എന്തിനാ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നവരുണ്ടാവും, ഒരു ക്രേസിന് പുറത്ത് എടുക്കുന്നവരുണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. മോസ്റ്റ്ലി നമ്മളൊരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ടൊക്കെ പോകണം, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു സൂപ്പർ ബൈക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ബൈക്കിൻ്റെ കാര്യം തന്നെ പറയാം, ഇതൊരു ഡെയിലി ബൈക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്യില്ല, ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളുടെ ഡെയിലി പരിപാടികൾക്ക് എടുക്കാൻ പറ്റും, പക്ഷേ നിങ്ങൾ അത്രത്തോളം പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് ഒരു 35,000-40,000 രൂപ വിലയുണ്ട്, 2 ടയറിനും കൂടി പുതിയത്. ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10,000 to 15,000 ഒക്കെ പോകാറുണ്ട്. എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള എക്സ്പെൻസ് അതിനും പൊട്ടാറുണ്ട്. നമ്മളിപ്പോൾ ഒരു നോർമൽ പരിപാടിക്ക് എടുത്തുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റൊക്കെ നോക്കണം. ഇപ്പോൾ തന്നെ 93 ഡിഗ്രിയാണ്, ഹീറ്റ് ചെയ്യും വണ്ടി. നമ്മൾ ട്രാഫിക്കിൽ പെട്ട് പോയി കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യും. പിന്നെ നല്ല വെയിറ്റ് ഉള്ള ബൈക്കാണ്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ട് ഒരു സൈഡിൽ നിന്ന് ഉണ്ടാകും. റൺ ചെയ്യുന്ന സമയത്തില്ല, എന്നാലും നമ്മളൊരു
ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ മെനൂവർ ചെയ്യാനായിട്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെന്താ പറയുക, മൊത്തത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു സാധനം പോയി കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഡിസ്പ്ലേ, സസ്പെൻഷൻ പോലുള്ള കാര്യങ്ങളെങ്കിൽ 1 lakh ആ റേഞ്ചിലോട്ടൊക്കെ പോകും. അപ്പോൾ അത്രയും തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് മൈലേജ് എന്ന് പറയുന്നത് ഒരു 12 to 18 ആണ് ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറത്ത് കിട്ടും, ഹൈവേയിൽ കിട്ടും. പക്ഷേ ഞാൻ പറയുന്നത് നോർമൽ യൂസിനാണെന്നുണ്ടെങ്കിൽ ഒരു 12 to 15 ആ റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത്. ഇവിടെ കണ്ടോ 15.6 ആണ് എനിക്കിപ്പോൾ ആവറേജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ളൊരു ബൈക്കാണ് നിങ്ങൾ എടുക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഈ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡെയിലി പരിപാടികൾക്കൊന്നും എടുക്കില്ല. ഞാൻ എൻ്റെ ഒരു പീസ് ഓഫ് മൈൻഡിൻ്റെ ഒരു ഫീലിൽ എടുക്കും. അതായത് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഓക്കെ എടുക്കാം എന്നുള്ളൊരു ഫീലിൽ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാനോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ചെറിയ റൈഡുകൾക്കോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ എൻ്റെ ഒരു സമാധാനത്തിന് മാത്രമാണ് ഞാൻ ഈ ബൈക്ക് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു R15 MD ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുകയും ചെയ്യാം, നമ്മുടെ കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു കംഫോർട്ട് സോൺ കിട്ടുന്ന ഒരു ബൈക്കായിട്ട് പലപ്പോഴും ഒരു സാധാരണക്കാരന് ഇങ്ങനെയുള്ളൊരു ബൈക്കിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ ഇതാണ്, നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ വണ്ടി വാങ്ങിച്ചതിന് ശേഷം എനിക്കുണ്ടായ ഒരു ഫീൽ എന്താണെന്ന് പറഞ്ഞാൽ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ ഇങ്ങനെ, ഞാൻ ഈ ബൈക്കിൽ 1000 രൂപയ്ക്കാണ് ഫില്ല് ചെയ്യാറ്, പെട്രോൾ അടിക്കാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ, എനിക്കിത് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ 1000 രൂപ ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾക്കും ചിലവാക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, അയ്യോ പെട്രോൾ അടിക്കാമായിരുന്നല്ലോ എന്ന് ആലോചിക്കാൻ തുടങ്ങി. അതായത് ഒരു മന്തി അടിച്ചാൽ പോലും ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ദൈവമേ ഒരു 3 വട്ടം മന്തി അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകുമായിരുന്നു എന്ന് ആലോചിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ ഞാൻ EMI എടുത്തിരുന്നെങ്കിൽ ഞാൻ ഓരോ മാസവും 10,000 രൂപ എടുത്ത് EMIക്ക് കൊടുക്കുമ്പോൾ, അതും വളരെ ചെറിയ എമൗണ്ടിൻ്റെ EMI ആണ് ഞാനീ പറയുന്നത്. വളരെ ചെറിയ എമൗണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊരു എമൗണ്ട് അല്ല, വളരെ 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 ചെറിയൊരു എമൗണ്ട്. ആ എമൗണ്ടിന് പോലും ഈ പറയുന്നൊരു 4,000 5,000 രൂപയാണ് എനിക്ക് എക്സ്പെൻസ് ആയിട്ടുള്ളത്, മന്ത്ലി അടയ്ക്കാനായിട്ട് അവർ ചോദിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനൊന്ന് ഫ്യൂവൽ അടിച്ചോട്ടെ. നമ്മുടെ വണ്ടി ഇനി കുറച്ച് ദൂരം ഓടാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഫ്യൂൽ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ ഓരോ എമൗണ്ട് കയ്യിൽ നിന്ന് പോകുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, ഓക്കെ ബൈക്കിൽ പെട്രോൾ അടിക്കാമായിരുന്നല്ലോ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ ഞാൻ ആ ചെറിയ എമൗണ്ട് തന്നെ EMI ഇട്ടിരുന്നെങ്കിൽ മാസം ഞാൻ ഈ 14,000 രൂപ എടുത്ത്, അല്ലെങ്കിൽ 15,000 രൂപ കൊടുക്കുമ്പോൾ 5,000 രൂപയെന്ന് പറയുമ്പോൾ എൻ്റെ ബൈക്കിനൊരു 2 വട്ടം ഫുൾ ടാങ്ക് പിന്നെ ഒരു 1/2 ടാങ്ക് ഓടിക്കാം. അപ്പോൾ എനിക്ക് എവിടെയൊക്കെ പോകാനുള്ള എണ്ണയാണ് ദൈവമേ ഞാൻ വെറുതെ കളയുന്നത് എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു തുടങ്ങി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഓക്കെ ഞാനത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഞാനത് ചെയ്യാതിരുന്നത് നന്നായി, ഫുൾ പേയ്മെൻറ്റ് തന്നെ എടുത്ത് നന്നായി എന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഈ തോട്ട് വന്നത്. ഞാൻ ആരുടെടുത്തും ഓക്കെ നിങ്ങൾ എടുക്കണ്ട എന്ന് പറയുന്നത്, EMI ഇട്ട് തന്നെ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം എന്ന് ഞാൻ പറയുന്നത്, എടുക്കണ്ടെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഇനി വേറൊരു നഗ്നമായ സത്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. കാരണം ഞാനൊരു നോർമൽ ബൈക്കൊക്കെ ഉപയോഗിച്ച് കിടന്ന ഒരാളാണ്, എന്നിട്ടാണ് ഞാനൊരു സൂപ്പർ ബൈക്ക് എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് അതിന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമ്മളിൽ നല്ലൊരു ശതമാനം സാധാരണക്കാരായിരിക്കും ഈ പറയുന്ന, ഓക്കെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഓക്കെ 3 ലക്ഷം രൂപയ്ക്ക് CBR അല്ലെങ്കിൽ 4 ലക്ഷം രൂപ ഡൗൺ അടച്ചിട്ട് നമുക്ക് Z900 എടുക്കാം എന്നൊക്കെ പറയുന്നത് കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓക്കെ നമുക്ക് എടുക്കാം, ഒരു ഡ്രീം ആണല്ലോ അതെടുക്കണം എന്നുള്ളൊരു തോട്ടിലൊക്കെ നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ ട്രാഫിക്കാണല്ലോ ദൈവമേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വരുന്നത്, അപ്പോൾ നമ്മൾ ഒന്നും ചിന്തിക്കില്ല. ലിറ്ററലി അങ്ങനെ ചിന്തിക്കാത്ത ആളുകളെ എനിക്കറിയാം, അങ്ങനെ പോയി പെട്ടുപോയി ഒരുപാട് പേരെ എനിക്കറിയാം, അങ്ങനെ പോയി ബൈക്ക് എടുത്ത ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം നമ്മളെ കണ്ണിൽ ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ നമ്മൾ പണ്ട് തൊട്ട് ഡ്രീം കാണുന്ന ആ ബൈക്ക് നമുക്ക് കിട്ടാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു തോട്ട് നമ്മുടെ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നോട്ടൊന്നും ചിന്തിക്കില്ല. അപ്പോൾ ഒരു സാധാരണക്കാരൻ ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ ഇതുപോലൊരു ബൈക്കിലേക്ക് വന്ന് കയറി എടുക്കുന്ന സമയത്ത് അവന് ടോട്ടലി ഇതിൻ്റെ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇത് വീട്ടിലിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമായിരിക്കും അവൻ്റെ തലയിൽ മൊത്തം. ഇനി മുന്നോട്ട് വരുന്ന ഒരു കാര്യം അവൻ ചിന്തിക്കുകയില്ല, അവൻ പോയി എടുക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഞാനീ പറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം, പിന്നെ മൈലേജ് എന്ന് പറയുന്നൊരു സാധനം, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇതിൻ്റെ മണ്ടയിൽ വന്ന് കയറും. അതിന് മുകളിലായിരിക്കും നിങ്ങൾ നല്ല രീതിക്കുള്ള പലിശ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റും എല്ലാം കൂടെയൊക്കെ ചേർത്ത് മാസം അടയ്ക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. സീരിയസ്ലി ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാം. നമ്മളിപ്പോൾ ഒരു
സൂപ്പർ ബൈക്ക് എടുക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഇതുപോലൊരു എക്സ്പെൻസീവ് ബൈക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, ഒരു പീസ് ഓഫ് മൈൻഡ്. എന്നോ നമ്മൾ കണ്ടൊരു സ്വപ്നം അത് നേടിയെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, പിന്നെ ഇതിൻ്റെ അടുത്തേക്കുള്ളൊരു ക്രൈസ്, അതിൻ്റെയൊക്കെ പുറത്താണ് എടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഡെയിലി നിങ്ങളുടെ പരിപാടികൾ നടക്കണം, നിങ്ങൾക്ക് കോളേജിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ പോകണം, ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് ഇതുപോലൊരു ബൈക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെയെന്നല്ല, ഇങ്ങനത്തെ ഒരു സൂപ്പർ ബൈക്സ് നോക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല. അതിന് ഒരുപാട് കേപ്പബിൾ ആയിട്ടുള്ള ബൈക്കുകൾ വേറെ ഉണ്ട്, നല്ല മൈലേജ് കിട്ടുന്ന ബൈക്കുകളുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്തൂടെ സ്പ്ലെൻഡറും പാഷൻ പ്രോ ഒക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ കൊതിയോടെ നോക്കാറുണ്ട് 60-70 മൈലേജുള്ള ബൈക്ക് എന്നുള്ളൊരു രീതിക്ക്. അപ്പോൾ അറിയാമല്ലോ, നമുക്ക് അങ്ങനെയുള്ളൊരു പർപ്പസിനാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ബൈക്ക് തന്നെ ധാരാളമാണ്, ഒരിക്കലും ഇങ്ങനൊരു വണ്ടി എടുക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ബൈക്കോ അല്ലെങ്കിൽ അതുപോലൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ ഹൈ ആയിട്ടുള്ള ഒരു കാറോ നമ്മൾ കൂട്ടി വെച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അതിന് മുകളിൽ ആഗ്രഹിക്കുന്ന ഒരു സാധനമേ ഉള്ളൂ, സമാധാനം. അത് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ്സും സമാധാനവും. ആ സമാധാനം നിങ്ങൾക്ക് ഈ പറയുന്ന EMIയും മെയിൻ്റനൻസും കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ മെയിൻ്റനൻസ് മാത്രമാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുള്ള കാര്യമില്ല, കാരണം അതങ്ങ് നടന്നു പോകും, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എത്ര രൂപയ്ക്ക് ഫ്യൂൽ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതിൻ്റെ കണക്കെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കും, എന്നാലും ഞാനത് നോക്കാറില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്ന് നമുക്ക് ഇതിൻ്റെ അടുത്തുള്ളൊരു സ്നേഹമുള്ളതുകൊണ്ട് അതൊക്കെ നടന്നു പോകും. പക്ഷേ മാസം അതിൻ്റെ വണ്ടിയിൽ ഒരു വലിയ EMI എമൗണ്ട് കൂടിയൊക്കെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാന്താവും, ലിറ്ററലി പ്രാന്താവും. ആ പ്രാന്ത് കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഈ വണ്ടിയുടെ മുകളിൽ സമാധാനമായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റില്ല. ട്രസ്റ്റ് മീ ഗൈസ്, ഒരിക്കലും പറ്റില്ല. സോ നിങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു ബൈക്ക് എടുക്കുന്നത്? അത് നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കിത് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷത്തിന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതെടുത്തിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, EMI മാക്സിമം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു സൂപ്പർ ബൈക്ക് കാണുമ്പോൾ അതൊരു ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ EMIക്ക് വേണ്ടിയിട്ട് അത് പോരുത്. ഒരു സൂപ്പർ ബൈക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തതിന് എടുക്കുക. ഇനി EMIയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് EMI എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു സാഹചര്യമാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. നമുക്കെല്ലാ കാര്യങ്ങളും നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ വേണം എന്ന് പറയുന്നൊരു തോട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വയസ്സാം കാലത്തായിരിക്കും ഒരു സൂപ്പർ ബൈക്ക് എടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇപ്പോഴല്ലേ ബ്രോ ഇതൊക്കെ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, നിങ്ങൾ EMI എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ഒരു ബൾക്ക് എമൗണ്ട് EMI വെക്കരുത്. അതായത് ചില ആളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 30% ഡൗൺ പേയ്മെൻറ്റ്, 70% EMI. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയായി പോകും നിങ്ങൾക്ക്. ഞാൻ പറയുന്നത്, നിങ്ങൾ മിനിമം ഒരു 60-70% എങ്കിലും നിങ്ങൾ ഡൗൺ അടയ്ക്കണം. ബാക്കി ഒരു 30-35% നിങ്ങൾ EMI കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ആ 30% EMI എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറിയുടെ 30% പുറത്ത് പോകരുത്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു മാസം ഒരു 10,000 രൂപ EMI അടയ്ക്കണം എന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു, കണക്കിൽ ഞാൻ വീക്കാണ്, എനിക്ക് തോന്നുന്നു ഒരു 60,000-50,000 രൂപയെങ്കിലും നിങ്ങൾക്ക് സാലറി വേണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും, നിങ്ങൾക്കൊരു 20,000 രൂപ സാലറി ഉള്ള ഒരാളാണ്, നിങ്ങളതിൽ 15,000 EMI വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവും. അത് വെക്കുന്ന എന്തില്ല, ഒരു ബൈക്കിൽ, ഇതുപോലൊരു സൂപ്പർ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു ബൈക്കിന് സത്യം പറഞ്ഞാൽ ബൈക്കിന് ഇങ്ങോട്ട് തരാൻ പറ്റുന്നത് ഒരു ഹാപ്പിനെസ്സും സ്നേഹവും ഒക്കെയാണ്. നമുക്കൊരു ഹാപ്പിനെസ് തരിക, നമുക്ക് അത് ഇതിൻ്റെ അടുത്ത് ക്രൈസ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതില്ലാന്നുണ്ടെങ്കിൽ ബൈക്കിന് നമുക്ക് തരാൻ പറ്റുന്ന ഒരു സേവനമാണ്. അതായത് നമ്മൾ പെട്രോൾ അടിക്കുന്നു, ബൈക്ക് നമ്മൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ബൈക്ക് എന്ന് പറയുന്നൊരു സാധനം സത്യത്തിൽ നമുക്ക് ഇങ്ങോട്ട് ഇൻകംസ് ഒന്നും തരില്ല. അതിന് നമ്മളെല്ലാം വാങ്ങിച്ചു കൊടുക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സാലറിയുടെ നല്ലൊരു ശതമാനവും അതിന് EMIയും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൂപ്പർ ബൈക്ക് ആണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനവും സത്യമായിട്ടും തീരുമാനമാവാനുള്ള ചാൻസാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു എന്താ പറയുക, EMI ഇല്ലാതെ എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. സൂപ്പർ ബൈക്സ് എടുക്കാൻ പോകുന്ന സമയത്ത് മാക്സിമം EMI ഇല്ലാതെ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ EMIയുടെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറച്ചിടുക, ഡൗൺ പേയ്മെൻറ്റ് മാക്സിമം അടയ്ക്കാൻ നോക്കുക. പിന്നെ ഒരു തൊല്ല വരരുത്. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, നല്ല പലിശയാണ്. ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സംഭവമല്ല, നമ്മുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ബ്ലേഡല്ല, സുദർശന ചക്രമാണ് പല സ്ഥലത്തും. അപ്പോൾ അത് ഞാൻ ആരെയും കുറ്റം പറയുന്നതൊന്നുമല്ല. അത് കാരണം അവരെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ബിക്കോസ് അവർ പറയുന്നുണ്ടല്ലോ മുമ്പേ, ഇതാണ് നിങ്ങളുടെ അടയ്ക്കേണ്ട പൈസ, ഓക്കെ ആണെങ്കിൽ തരാം എന്നാണല്ലോ അവർ പറയുന്നത്. പിന്നെ അതെടുത്തിട്ട് നമ്മൾ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, പൊതുവേ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ വളരെയധികം എന്താ പറയുക, ഇതൊക്കെ നോക്കണം. ഇതൊക്കെ നോക്കാതെ ചാടിക്കയറി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നും. അതായത് ഇത്ര രൂപയ്ക്ക് നമുക്ക് ഡൗൺ അടച്ചാൽ എന്താ, ഒരു 994 ബൈക്കൊക്കെ വീട്ടിലിരിക്കില്ല എന്നൊക്കെ തോന്നും. പക്ഷെ അത് വീട്ടിലിരിക്കുകയുള്ളൂ.
അതാണ് അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതൊക്കെ നിങ്ങളുടെ തലയിൽ വെച്ചിട്ട് വേണം ഒരു വണ്ടിയിലേക്ക് പോകാനായിട്ട്, എസ്പെഷ്യലി സൂപ്പർ ബൈക്കിലേക്ക് പോകാനായിട്ട്. ഇനി നിങ്ങളൊരു സാധാരണ നമ്മുടെ ഒരു നോർമൽ സിംഗിൾ സിലിണ്ടർ ബൈക്കാണ് നോക്കുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചോളൂ. കാരണം നിങ്ങളുടെ ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 390 ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്, നിങ്ങൾക്ക് അതിനുള്ള ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഫീൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാം. പക്ഷേ നിങ്ങളൊരു വളരെ ചെറിയൊരു സാലറിയിൽ നിൽക്കുകയാണ്, നിങ്ങളൊരു 390 എടുത്തു കൊടുത്താൽ പോലും നിങ്ങൾക്ക് ഒരു സൂപ്പർ ബൈക്ക് എടുക്കുന്ന അതേ ഫീൽ തന്നെയായിരിക്കും മൊത്തത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യത്തിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊന്ന് ചുരുക്കി സംസാരിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബൈക്ക് എടുക്കുന്ന സമയത്ത് ഒരു ടൈമിൽ ഞാനിങ്ങനെ ഒരു 10R വാങ്ങിച്ചാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ഇതിന് ഞാൻ അടച്ചത് എമൗണ്ട് കൊണ്ട് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 10R കിട്ടും. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു, സമാധാനം ഇല്ലാതെ ഒരു 1000cc ഓടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇച്ചിരി സമാധാനത്തോടെ ഒരു 900 ഓടിക്കുന്നതല്ലേ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പിന്നെ ഓക്കെ എന്നുള്ളൊരു ഫീല് വന്നു. ഇനി ഇതിന് എന്തെങ്കിലും പണി വന്നാൽ ഞാൻ ചെയ്താൽ മതി എന്നുള്ളൊരു തോട്ടേ ഉള്ളൂ. മാസാവസാനം ആരും നമ്മളെ കുത്തിന് പിടിക്കാൻ പോണില്ല. സോ അങ്ങനെ എടുത്താലുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ C900 അല്ലെങ്കിൽ CBR അല്ലെങ്കിൽ 10R S1000RR ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളൊരു സൂപ്പർ ബൈക്കിലേക്ക് നോക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും EMI ഇടരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു റേഞ്ചിൽ എത്തണം. അതാണ് ഫസ്റ്റ്. ഒരു വണ്ടി നിങ്ങൾ വാങ്ങിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമല്ല. സൂപ്പർ ബൈക്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ബൈക്ക് വാങ്ങിക്കാൻ പാടില്ല, ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാടെന്നുള്ളത്. അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ മെയിൻ്റനൻസിന് മുകളിലേക്ക് EMI കൂടെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നൊന്നും വരില്ല. അങ്ങനെ ആകുമ്പോഴേക്കും ഈ പറയുന്ന ബൈക്ക് നിങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഇത് വാങ്ങുന്നത് എന്തിനാണ്? നമുക്കിതുപോലെയൊക്കെ റാഷ് ഡ്രൈവിംഗ് അല്ല കേട്ടോ, ആ ഒരു സൗണ്ടും സമാധാനവും ഒക്കെ ആയിട്ട് ഒരു സമാധാനത്തിൽ നമുക്കിങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. അത് മാസാവസാനം തീരുന്നു, അല്ലെങ്കിൽ മാസാവസാനം നമുക്കൊരു ടെൻഷൻ, അയ്യോ എത്തിക്കാൻ പറ്റുമോ, അതിൻ്റെ കൂടെ ഇതിൻ്റെ മൈലേജ് നോക്കണം, അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിറ്ററലി ഭ്രാന്തായി പോകും. അതുകൊണ്ട് സൂപ്പർ ബൈക്കോ നോർമൽ ബൈക്കോ എന്ത് ബൈക്കോ കാറോ എന്തോ ആയിക്കോട്ടെ, മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കുറച്ച് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു ടോക്ക് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്കിത്രയാണ് ബൈക്ക്സ് എടുക്കാൻ നിൽക്കുന്ന ആളുടെ അടുത്ത് പറയാനുള്ളത്. കുറച്ച് പേരൊക്കെ എനിക്ക് ഇതുപോലെ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു ബൈക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ട്, ഇത്രയാണ് അവർ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ചോദിക്കുന്നത്, ഞാൻ അതെടുത്തോട്ടെ, ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് ഇതാണ്, അപ്പോൾ അതെടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ.